ശ്രേയ എന്ന പേര് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ കഥ. തുടക്കം മുതലേ കമൻറ്റ് ചെയ്യുന്നൊരു പേരാണ് ശ്രേയ എന്നുള്ളത്. ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് കഥയൊന്നും കിട്ടിയില്ല കേട്ടോ. പല പ്രാവശ്യം പല ചിത്രങ്ങളൊക്കെ വരച്ച് നോക്കിയിട്ടും ഒരു നല്ല കഥ കിട്ടാഞ്ഞത് കൊണ്ടാണ് ഇതുവരെ പോസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്നൊരു കുട്ടിക്കഥ കിട്ടിയിട്ടുണ്ട്, അത് പറയാട്ടോ. ഒരു മരക്കൊമ്പിൽ 2 കിളികൾ താമസമുണ്ടായിരുന്നു കേട്ടോ. അതിലെ പെൺകിളി ഇപ്പോൾ മുട്ടയിടാറായിട്ടുണ്ട്. അവർ ചെറിയൊരു കൂടൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഒരു ദിവസം പെൺകിളി നോക്കിയപ്പോൾ ഒരു സർപ്പം കുറേ കുഞ്ഞി പാമ്പുകളായിട്ട് ഇങ്ങനെ അവിടെ എല്ലാം ഇഴഞ്ഞ് നടക്കുന്നത് കണ്ടു. അപ്പോൾ ഈ കുഞ്ഞിക്കിളി പറഞ്ഞു, എന്തിനാണ് സർപ്പം നീ ആ പാവം കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നടക്കുന്നത്? ദേ ഈ മരത്തിന്റെ താഴെ ഒരു ചെറിയ പൊത്തുണ്ട്. നേരത്തെ ഏതോ പാമ്പ് താമസിച്ചിരുന്നതാണ്. ഇപ്പം അതിൽ ആരും ഇല്ല കേട്ടോ. നിനക്ക് കുട്ടികളായിട്ട് അവിടെ സുഖമായിട്ട് കഴിയാലോ എന്ന്. എന്നാൽ ആൺകിളി തന്റെ പെൺകിളിയെ വഴക്ക് പറയാൻ തുടങ്ങി. എന്തിനാണ് നീ അത് പറഞ്ഞു കൊടുത്തത്? അവൻ ഇനി നമുക്ക് വലിയ ശല്യമാവില്ലേ എന്നൊക്കെ. എന്നാൽ കുഞ്ഞിപ്പാമ്പുകളായിട്ട് വെയിലത്തൊക്കെ ഇങ്ങനെ അലിഞ്ഞു തിരിയുന്നത് കണ്ടപ്പോഴാണ് കുഞ്ഞിക്കിളിക്ക് വിഷമമായത്. അതുകൊണ്ടാണ് അവളത് പറഞ്ഞു കൊടുത്തത്. പാമ്പ് സന്തോഷത്തോടു കൂടി ആ മരപ്പത്തിൽ താമസിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിക്കിളി മുട്ടയിട്ടിട്ട് ഒരുപാട് മുട്ടകളുണ്ടായിരുന്നു. പാമ്പ് കുഞ്ഞിടയ്ക്ക് വന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുഞ്ഞിക്കിളിയോട് വിശേഷമൊക്കെ ചോദിക്കുമായിരുന്നു. അവരങ്ങനെ നല്ല കൂട്ടുകാരായി. എന്നാൽ ആൺകിളിക്ക് ഈ കൂട്ട് അത്ര ഇഷ്ടമായിരുന്നില്ല. അവന് പേടിയുണ്ടായിരുന്നു. അവൻ പേടിച്ച് തന്നെ സംഭവിച്ചു കേട്ടോ. ഒരു ദിവസം നമ്മുടെ സർപ്പി ഉണ്ടല്ലോ, ആ മരപ്പൊത്തിൽ നിന്ന് ആ മരത്തിലേക്ക് കയറിയിട്ട് ആ കിളിക്കുഞ്ഞിൻ്റെ കൂട്ടിൽ നിന്ന് ആ മുട്ടകളൊക്കെ ഭക്ഷണമാക്കി തൻ്റെ കുഞ്ഞുങ്ങൾക്കും കൂടി അവനത് കൊടുത്തു കേട്ടോ. ദുഷ്ടനായ പാമ്പ് അവൻ്റെ ശരിക്കുള്ള സ്വഭാവം കാണിച്ചു. നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് മറച്ചു വെച്ചിട്ട് അവർ നമ്മളോട് വിനിയോഗമൊക്കെ കാണിക്കും. അത് കണ്ടിട്ട് നമ്മൾ അവരോട് ചങ്ങാത്തം കൂടും. പിന്നീട് നമ്മൾ വലിയ ആപത്തിൽ ചെന്ന് പെടും. അർഹതയില്ലാത്തവർക്ക് നല്ല വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പാവം കുഞ്ഞിക്കിളിയെ പോലെ നിങ്ങൾ ആരും അപകടങ്ങളിൽ ചെന്ന് ചാടരുത് കേട്ടോ.